നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലോ ഉള്ളവരുടെ കാലിൽ ഒരു ബ്രൗൺ നിറോ അല്ലെങ്കിൽ ഒരു കറുത്ത നിറോ ചൊറിച്ചിലോ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇത് ഒരു വെറും അഴുക്ക് മാത്രമാണോ, അതോ ഇതൊരു ചർമ്മരോഗമാണെന്ന് കരുതിയിട്ട് മാസങ്ങളോളം ഓയിൻമെന്റ് പുരട്ടിയിട്ടും ഈ പാടുകൾ മാറാതെ അവിടെ നിൽക്കുന്നുണ്ടോ? കാലിലെ നിറം മാറ്റം എന്തുകൊണ്ടാണ് നിങ്ങളുടെ രക്തയോട്ടത്തിൽ ഒരു തകരാറായിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചർമ്മത്തിന്റെ അടിയിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രക്തം അടിഞ്ഞു കൂടുന്നത്? ഇത് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിന്റെ ചികിത്സ എന്താണ്? നമുക്ക് നോക്കാം. നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാലിലെ വെയിനുകളിൽ, സിരകളിൽ രക്തം മുകളിലേക്ക് പോകാൻ മാത്രം സഹായിക്കുന്ന ചെറിയ വാൽവുകളുണ്ട്. ഇതൊരു വൺ വേ ട്രാഫിക് വാൽവുകളാണ്. രക്തം മുകളിലേക്ക് പോകുമ്പോൾ ഈ വാൽവ്, ഈ ഗേറ്റ് തുറക്കും. അത് തിരിച്ച് താഴെ ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി അടയും. ഈ വാൽവുകൾ അതല്ലെങ്കിൽ ഈ ഗേറ്റുകൾ തകരാറിലായാൽ രക്തം കാലിൽ നിന്നും മുകളിലോട്ട് കയറുന്നത് അതേപോലെ അനാവശ്യമായിട്ട് തിരിച്ച് താഴേക്ക് എത്തുന്നത്. ഇതിനെയാണ് നമ്മൾ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയാം. കാലിലെ മാംസപേശികൾ പമ്പ് ചെയ്യുമ്പോൾ രക്തം മുകളിലേക്ക് പോകാൻ കഴിയാതെ ഈ വാൽവുകളുടെ തകരാർ മൂലം താഴെ കെട്ടി നിൽക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ഈ കെട്ടിക്കിടക്കുന്ന രക്തം ചർമ്മത്തിന്റെ നിറം എങ്ങനെയാണ് മാറ്റുന്നത്? ഇപ്പോൾ പൈപ്പിൽ വെള്ളം കെട്ടി നടന്ന് അവിടെ പായലും തുരുമ്പൊക്കെ പിടിക്കുന്ന പോലെയാണ്. രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ ചർമ്മത്തിന്റെ അടിയിൽ തങ്ങി നിന്ന് തകരുമ്പോൾ രക്തത്തിലെ ഇരുമ്പ് പുറത്തേക്ക് വരികയാണ്. ഈ ഇരുമ്പ് കണികകൾ ചർമ്മത്തിൽ അടിഞ്ഞു കൂടുന്നതിനെയാണ് ഹീമോസിഡറിൻ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ ഇരുണ്ട ഒരു തവിട്ട് നിറത്തിൽ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിൽ തൊലിയായി മാറുന്നത്. മൂന്നാമതായിട്ട്, രക്തം കാലിൽ കെട്ടി നിൽക്കുമ്പോൾ അവിടെ നീര് വരികയാണ്. ഇപ്പോൾ വെള്ളത്തിൽ സ്പോഞ്ച് ഇട്ട് വെക്കുന്ന പോലെ കാലുകൾ ഇങ്ങനെ വീർത്ത് വരികയാണ്. ഇതിന്റെ കാരണം രക്തധമനികളുടെ പ്രഷർ കൂടുമ്പോൾ അതിലെ ദ്രാവകങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ട് ചുറ്റുള്ള കോശങ്ങൾ ഒരു നീർക്കെട്ട് ഉണ്ടാക്കുകയാണ്. നാലാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, രക്തയോട്ടം കുറയുമ്പോൾ ചർമ്മത്തിന് വേണ്ട പോഷണം ലഭിക്കാതെ വരികയാണ്. അങ്ങനെ രക്തവും ഓക്സിജനും ലഭിക്കാതാവുമ്പോൾ സ്കിന്ന് ദുർബലമാവുന്നു. അവിടെ അണുബാധകൾക്കുള്ള സാധ്യത പെട്ടെന്ന് കൂടുകയാണ്. അപ്പം നനവില്ലാത്ത മണ്ണ് വിണ്ട് കീറുന്ന പോലെ നിങ്ങളുടെ കാലിലെ ചർമ്മം വരണ്ട് പൊളിയാൻ തുടങ്ങുകയാണ്. അഞ്ചാമത്തത്, ഈ നിറമാറ്റത്തെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ പതുക്കെ സ്കിന്ന് കട്ടി കൂടി വന്ന് അവിടെ വിണ്ട് കീറാം. അവിടെ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ചികിത്സിക്കാൻ വളരെ പ്രയാസമാണ്. ആറാമത്തെ കാര്യം, നമ്മുടെ കാലിലെ മാംസപേശികളാണ് ഈ രക്തം മുകളിലേക്ക് വിടാനുള്ള പമ്പ്. അപ്പോൾ നമ്മൾ എക്സർസൈസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കാലിൽ രക്തം കെട്ടി നിൽക്കുകയാണ്. കുറേ നേരം ഒരേ സമയത്ത് ഇരിക്കുമ്പോഴും കുറേ നേരം നിൽക്കുന്നവർക്കും ഈ പമ്പിങ് നടക്കാത്തതാണ് പ്രശ്നം ഗുരുതരാക്കുന്നത്. ഇനി കാലിലെ പാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തത്, വിശ്രമിക്കുന്ന സമയത്തൊക്കെ കാല് പൊന്തിച്ച് വെക്കുക. ഇത് ദിവസവും 3-4 പ്രാവശ്യം 15 മിനിറ്റ് വീതം ചെയ്യാം. രണ്ടാമതായിട്ട്, കംപ്രഷൻ സ്റ്റോക്കിങ്സുകൾ ഉപയോഗിക്കുക. ഇത് കാലിലെ രക്തധമനികളുടെ ഒരു പ്രഷർ കൊടുത്തിട്ട് രക്തം മുകളിലേക്ക് തള്ളിക്കൊള്ളും. മൂന്നാമത്തത്, മണിക്കൂറുകളോളം ഒരേ സ്ഥലത്ത് നിൽക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കുറച്ച് നേരം എണീറ്റ് നടക്കുക. നാലാമത്തത്, നമ്മുടെ സ്കിന്ന് വരണ്ടതാവാതെ നോക്കുക. നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇത് മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറക്കും. അഞ്ചാമതായിട്ട്, നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറക്കുക. നമുക്ക് തൂക്കം കൂടുതലാണെങ്കിൽ അത് കാലിനകത്തെ പ്രഷർ കൂട്ടും. ആറാമതായിട്ട്, സ്കിന്നിലെ നിറമാറ്റം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരു ഡോപ്ലർ സ്കാൻ ചെയ്തിട്ട് അതിൽ രക്തധമനികൾ എന്തെങ്കിലും തടസ്സമുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ ഡോക്ടറെ കാണിച്ച് ചികിത്സ എടുക്കുക.